ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് ചിക്കൻ സമോസ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ചിക്കൻ കീമ വാങ്ങണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ചിക്കൻ കീമയാണ്. ചിക്കൻ കീമ എല്ലാ സ്ഥലങ്ങളിലൊന്നും വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ നാട്ടിലാണെങ്കിലും എല്ലാ കടകളിലൊന്നും കിട്ടില്ല. ഇവിടെയാണെങ്കിലും ബീഫിൻ്റെ കീമ എപ്പോഴും വാങ്ങാൻ കിട്ടും. ചിക്കൻ കീമ വല്ലപ്പോഴേ വാങ്ങാൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫുഡ് പ്രോസസ്സറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കീമ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചിക്കൻ്റെ ഫ്ലഷ് മാത്രം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ കീമ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഫുഡ് പ്രോസസ്സറും എല്ലാവരുടെ വീട്ടിലും കാണില്ല. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ മെത്തേഡാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗ്രേറ്ററാണ്. അത് എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഗ്രേറ്റർ എടുത്തിട്ട് നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ ഉരച്ചു കൊടുക്കാം. ശ്രദ്ധിക്കുക, ഫ്ലഷ് മാത്രമേ ഉരയ്ക്കാവൂ, എല്ല് കാണാൻ പാടില്ല. എല്ലിട്ടിട്ട് ഉരച്ചാൽ ഗ്രേറ്റർ കേടായി പോവും. അപ്പോൾ അതാ ഇതുപോലെ ഉരച്ചെടുക്കുക. ഞാനിപ്പോൾ 250 ഗ്രാമാണ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കൈ പിടിച്ച് ഉരയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ ആ കഷ്ണം മാറ്റിയിട്ട് അടുത്ത കഷ്ണം ഉരയ്ക്കുക. ഈ ലാസ്റ്റ് വരുന്നത് നിങ്ങൾ കളയണ്ട, കറിയിലോട്ട് ഇട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 250 ഗ്രാം കീമ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് 13 സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ വെജിറ്റബിൾ സമോസയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ആ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് അരിയുക. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി സവാള ഒന്ന് നിറം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ കുട്ടികൾക്കും കൂടി കഴിക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരും. ഇതിലോട്ട് ഇനി 250 ഗ്രാം കീമ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ നോക്കണില്ല, കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഉപ്പ് നോക്കാം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 10-15 മിനിറ്റ് എടുക്കും ചിക്കനൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴേക്ക് കീമയിൽ നിന്നും വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. മല്ലിയില ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഒട്ടിച്ചെടുക്കാനുള്ള പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സമോസ ഒട്ടിച്ചെടുക്കാനുള്ള പേസ്റ്റ് റെഡിയായി. ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സമോസ ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ സമോസ ഷീറ്റ് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നും വാങ്ങാം. വീട്ടിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അധികം പാടൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്പ്രിംഗ് റോളും തയ്യാറാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. എനിക്ക് പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും വീട്ടിലുണ്ടാക്കി എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും താഴെ ഞാൻ കൊടുക്കാം. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും പലതരത്തിൽ സമോസ മടക്കിയെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് റോളിനും എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക.
നമുക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റ് വെച്ചിട്ട് സമോസ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ 2 ഷീറ്റ് ചേർത്ത് വെച്ചിട്ടും സമോസ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ സമോസ വാങ്ങുമ്പോൾ ചിലപ്പോൾ 2 ലെയർ അകത്ത് കാണാറുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ഷീറ്റ് ചേർത്ത് വെച്ചിട്ട് സമോസ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 ഷീറ്റ് വെച്ചിട്ട് തയ്യാറാക്കുന്നതും 1 ഷീറ്റ് വെച്ച് തയ്യാറാക്കുന്നതും കാണിക്കാം കേട്ടോ. ആദ്യം 2 ഷീറ്റ് ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ട്രയാങ്കിൾ പോലെ മടക്കിയെടുക്കുക. എന്നിട്ട് താഴോട്ട് ഒരു പ്രാവശ്യം മടക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ കോണ് പോലെ ആയി വരും. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് പേസ്റ്റ് തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. രണ്ട് ഷീറ്റ് ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യം ഇതുപോലെ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതാ കോണ് പോലെ ആയി. ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് അധികം വെക്കരുത്, 1.5 ടീസ്പൂണൊക്കെ മതിയാവും. കൂടിപ്പോയാൽ ഇതിങ്ങനെ പൊങ്ങിയിരിക്കും, പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇനി ഇത് മടക്കി കൊടുക്കുക. ബാക്കിയുള്ളത് മൊത്തം ചുറ്റിയെടുക്കുക. ചുറ്റിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മൊത്തം ഒട്ടിച്ചെടുക്കുക. ഒരു ഭാഗവും ഇങ്ങനെ ഓപ്പണായി ഇരിക്കാൻ പാടില്ല, അകത്തോട്ട് എണ്ണ കയറും. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഞാൻ ഒരു ഷീറ്റ് വെച്ചിട്ടും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ഷീറ്റ് എടുത്തിട്ട് നേരത്തെ പോലെ തന്നെ ട്രയാങ്കിൾ പോലെ മടക്കുക, താഴോട്ട് മടക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ കോൺ പോലെ ആയി വരും. ആ സൈഡ് ഒന്ന് പേസ്റ്റ് ചേർത്ത് ഒട്ടിച്ചെടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുക്കുക, മടക്കി കൊടുക്കുക താഴോട്ട്, ബാക്കി മൊത്തം ചുറ്റിയെടുക്കുക. ഇനി ഓപ്പൺ ആയിട്ടിരിക്കുന്ന എല്ലാ ഭാഗത്തും പേസ്റ്റ് തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കുക കേട്ടോ. എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സമോസ ഇട്ട് വറുത്തെടുക്കുമ്പോൾ പാത്രത്തിനോട് ചേർന്നിട്ട് ഇരിക്കരുത്, കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാത്രത്തിൽ തട്ടി നിന്നാൽ തട്ടി നിൽക്കുന്ന ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ സമോസ ഇട്ട് കൊടുക്കുക. താഴ്ഭാഗം ഒന്ന് ഓറഞ്ച് ബ്രൗൺ നിറം ആയി വരുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അകത്തുള്ള ഫില്ലിംഗ് ഒന്നും വേവാനില്ല, പുറമേ ഒന്ന് മൊരിഞ്ഞു വന്നാൽ മാത്രം മതി. താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ അടുത്തതും ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ കീമ ഇല്ലെങ്കിലും എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. എളുപ്പമല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.